ഗുഡ് മോർണിംഗ് ടു ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സിനെ പറ്റിയിട്ടാണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സിൻ്റെ എക്സാമ്പിളുകളായിട്ട് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനും അതുപോലെ തന്നെ കുളോംബ് ഫോഴ്സസും പറഞ്ഞിരുന്നു. അതായത് നമുക്ക് രണ്ട് ചാർജുകൾ, സപ്പോസ് Q1 എന്ന് പറയുന്നൊരു ചാർജും Q2 എന്ന് പറയുന്നൊരു ചാർജും തമ്മിലുള്ള സെപ്പറേഷൻ R ആണെങ്കിൽ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² R ക്യാപ്പാണ്. അതുപോലെ തന്നെ സപ്പോസ് വി ആർ ഹാവിങ് ടു മാസസ് M1 ആൻഡ് M2 separated by a distance R, then the force involved is F is equal to minus G M1 M2 divided by R² R cap on, and this negative sign represents that the force is always attractive. So ഇതിൽ ആദ്യത്തേത് കുളോംബ് ഫോഴ്സും രണ്ടാമത്തേതാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഫോഴ്സുകളെ പറ്റി പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? സോ സപ്പോസ് നമുക്കിവിടെ രണ്ട് ചാർജുകൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഞാനതിനെ Q1 എന്നും അതുപോലെ തന്നെ Q2 എന്നും വിളിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് Q2 ആൻഡ് ദിസ് ഈസ് Q1. അപ്പോൾ Q2 Q1 എന്ന് പറയുന്ന രണ്ട് ഫോഴ്സുകൾ, രണ്ട് ചാർജുകൾ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സപ്പോസ് R12 എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാം. R12. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള കുളോംബിക് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ദാറ്റ് വിൽ ബി F ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 1ഉം 2ഉം തമ്മിലുള്ള ഫോഴ്സ് ആയതുകൊണ്ട് ഞാൻ സപ്പോസ് അതിനെ ഒരു F12 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ് Q1 ആൻഡ് Q2. So here this F12 can be represented as 1/4πε0 Q1 Q2 divided by R12 square in the direction R12 cap. Okay, so ഇവിടെ ഈ Q2 മൂലം Q1 എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം Q1 മൂലം Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ഐദർ F12 ഓർ F21. സോ വി ക്യാൻ ഫോളോ എനി ഓഫ് ദി കൺവെൻഷൻ. അതായത് സാധാരണ നമ്മൾ F12 എന്ന് പറയുമ്പോൾ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. F21 എന്ന് പറയുമ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ദി ഫസ്റ്റ് ചാർജ്. അങ്ങനെയും പറയാറുണ്ട്. അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ റിവേഴ്സ് ഓർഡറിലും പറയാം. ഓക്കെ, സോ നമ്മൾ ഏതൊരു കൺവെൻഷനാണോ ഫോളോ ചെയ്യുന്നത് അത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ ഇവിടെ രണ്ട് ചാർജുകളുള്ള ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള കുളോംബിക് ഫോഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി സപ്പോസ് ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ മൂന്നാമത് ഒരു ചാർജ് Q3 കൂടി കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു Q3 എന്ന് പറയുന്ന ചാർജ് വരുമ്പം ഈ സിസ്റ്റത്തിൻ്റെ എന്ത് ചേഞ്ചാണ് സംഭവിക്കുക? അല്ലെങ്കിൽ ഈ Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സിന് ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചോ? അതാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു Q3 എന്ന് പറയുന്ന ഫോഴ്സ് കൂടി നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും Q3 ഈ Q1 കൊണ്ട് Q3യിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Q2 മൂലം Q3യിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് മൂന്ന് ചാർജസ് ഉള്ള സിസ്റ്റമാണ് Q1, Q2, Q3. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് സം R31 and this distance is R32. So what is the force experienced by Q3? അപ്പോൾ Q3 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്
Q3യുടെ മേളിൽ ആക്ട് ചെയ്യുന്ന Q1 മൂലം Q3യിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ സപ്പോസ് ഞാൻ F31 എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ തേർഡ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദ ഫസ്റ്റ് പാർട്ടിക്കിൾ എന്നുള്ള അർത്ഥത്തിൽ ദിസ് ഈസ് F31. Now force experienced on the third charge due to the second charge, that is this is F32. ഓക്കെ, അപ്പോൾ Q3 ഇവിടെ രണ്ട് ഫോഴ്സുകളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഒന്ന് F31 ഒന്ന് F32. സോ വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് വിൽ ബി F31 പ്ലസ് F32. ഇതിൻ്റെ വെക്റ്റർ സം ആയിരിക്കും. That is the resultant force is represented as F3. So ഇവിടെ നമുക്ക് ഈ Q3 എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദി വെക്റ്റർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ F3. സോ F31 പ്ലസ് F32 ആണെന്ന് പറയാം. Then what is F31? F31 is 1/4πε0 Q3 Q1 by R31 square and the unit vector R31 plus 1/4πε0 Q3 Q2 divided by R32 square R32 ക്യാപ്പ്. ഓക്കെ, സോ ഒരു ചാർജിൽ നമ്മളൊരു സിസ്റ്റം ഓഫ് ചാർജസ് എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓഫ് ചാർജസിൽ ഏതെങ്കിലും ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിലുള്ള ഓരോ പെയറുകളും എടുക്കുക, ആ ഓരോ പെയറുകളും തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ വെക്റ്റർ സം എടുക്കുക. സോ വി വിൽ ഗെറ്റ് ദി നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് ഇൻ എ സിസ്റ്റം ഓഫ് charges. Okay, so this is actually the superposition principle. So we can say that what is the superposition principle? The force on a charge, the force on a charge or a mass. നമുക്കിപ്പോൾ ഇവിടെ ചാർജ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതേ കേസ് നമുക്ക് വേണമെങ്കിൽ മാസ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, അവിടെയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ദ ഫോഴ്സ് ഓൺ എ ചാർജ് ഓർ മാസ് പ്ലേസ്ഡ് അറ്റ് എനി പോയിൻറ്റ് in the combined system, placed at any point in the combined system will be the vector sum of the forces that each set of sources acting alone causes to act on a charge or mass at that point. അതായത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞ കേസ് ഇവിടെ ഒരു Q1 ഇവിടെ ഒരു Q2 ഇവിടെ ഒരു Q3 ഇങ്ങനെ 3 ചാർജുകളായിരുന്നു. അപ്പോൾ ഈ Q3യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ആ Q3യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ Q3യും Q1 മാത്രമുള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q3 ബൈ Q1 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് F31. നൗ നമ്മൾ Q3യും Q2വും മാത്രമുള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ആൻഡ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ Q3 ഡ്യൂ ടു ദ ചാർജ് Q2 and that is F32. So the total force experienced by Q3 will be the vector sum of this F31 and F32. So that is what is called the superposition principle. ഇത് നമ്മൾ ചാർജിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മാസസിൻ്റെ കേസ്. അതായത് സപ്പോസ് നമുക്കിവിടെ 3 മാസുകൾ, ഏത് M1
ഇത് M2, ഇത് M3 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് മാസ് M3 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി F3 ആൻഡ് ദിസ് ഇസ് ദ വെക്റ്റർ സം ഓഫ് F31 ആൻഡ് F32 ആയിരിക്കും. വാട്ട് ഈസ് F31? F31 ഈസ് മൈനസ് G M3 M1 divided by R31 square R31 cap. And what is F32? It is minus G M3 M2 divided by R32 square R32 cap. So this will be the total force experienced by M3 in this system of masses. So in short, this is the superposition principle. Okay, thank you.